നമ്മുടെ അടുത്ത് ചില ക്ലയൻസ് വരുമ്പോൾ അവർ ചോദിക്കും, നിങ്ങൾ വാസ്തു നോക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇത് നമ്മൾ പ്രാക്ടീസ് തുടങ്ങുന്ന കാലം ഇങ്ങനെ കണക്കൊക്കെ നോക്കിയിട്ടായിരുന്നു ആദ്യം പ്ലാൻ വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് പ്ലാൻ ചെയ്യുകയാണെങ്കിലും ഡയമെൻഷനൊക്കെ ചെയ്ത് ഇങ്ങനെ കറക്റ്റ് ചെയ്താണ് പോയിക്കൊണ്ടിരുന്നത്. കോഴിക്കോട് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് കുറ്റിയടിക്കാനായിട്ട് ഒരു ആശാരി വന്നു. വാൾ തിക്നെസ് 21 സെൻറ്റിമീറ്ററാണ് ഈ ആശാരി നോക്കുന്നത്. ഒറ്റയാൾ നോക്കി 24 സെൻറ്റിമീറ്റർ. പക്ഷെ പ്രാക്ടിക്കലി ഇത് രണ്ടും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ വെട്ടുകല്ല് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 23 സെൻറ്റിമീറ്റർ വരും. അപ്പോൾ ആശാരി പറഞ്ഞെന്ന് സെൻട്രൽ ലൈൻ കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ് 21 സെൻറ്റിമീറ്റർ പറയുന്നത്. വാൾ തിക്നെസ് പിന്നെ കൂടിയാലും പ്രശ്നമില്ല. അപ്പോൾ എനിക്കതൊരു വലിയ കുഴപ്പമില്ലാത്ത ഐഡിയ ആയിട്ട് തോന്നി. കാരണം തമ്മിൽ ഭേദം അതാണല്ലോ നല്ലത് എന്ന് തോന്നി. പക്ഷെ ആ കൺഫ്യൂഷൻ തീർന്നില്ല. കാരണം ഇവർ രണ്ട് പാർട്ടീസും ഇങ്ങനെ പരസ്പര വിരുദ്ധമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ഒരു സംശയം വന്നു. പിന്നെ നമ്മളൊരു അന്വേഷണത്തിന് ഇറങ്ങി. പല ജില്ലകളിലായിട്ട് തിരുവനന്തപുരം, കൊല്ലം, എൻ്റെ നാട് കൊല്ലം, പത്തനംതിട്ടയാണ്. അപ്പം വർക്ക് ചെയ്യുന്ന കോഴിക്കോടാണല്ലോ. അപ്പം എല്ലാ സ്ഥലത്തും എനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് വേറൊരു കാര്യം കൂടെ മനസ്സിലായി. ഇപ്പോൾ ഈ വാസ്തുവിൽ പറയുന്ന കന്നിമൂല പഴയ തറവാടുകളിൽ എങ്ങും കന്നിമൂല ബെഡ്റൂം കണ്ടിട്ടില്ല. പിന്നെ ഈ പറയുന്ന മാതിരി ഒരു പ്ലാനും എങ്ങും കണ്ടിട്ടില്ല. ഈ ഒരു ചതുരം മാതിരി ഇങ്ങനെ 4 മൂലയിൽ ഓരോ മുറിയായിട്ട്. കാരണം കേരളത്തിലെ പ്ലാനിങ് അങ്ങനെ അല്ലായിരുന്നു പഴയ വീടുകളിൽ. കോഴിക്കോട് ചില തറവാടുകളിൽ ഞാൻ കണ്ടു കന്നിമൂലയിൽ ടോയ്ലറ്റ് വെച്ചിരിക്കുന്നതാണ്. അപ്പം പിന്നെ സ്റ്റെപ്പിൻ്റെ എണ്ണം പറയുന്ന 3 കയറ്റമാണ് പറയുക. അതായത് ലാഭം, നഷ്ടം, ലാഭം, ഒറ്റ സംഖ്യ വേണമെന്നാണ്. പക്ഷെ ഞാൻ കണ്ട ഈ പഴയ ബിൽഡിങ്ങിലെല്ലാം ഇരട്ട സംഖ്യകളാണ്. 4 അല്ലെങ്കിൽ 6. 3 സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ 45 സെൻറ്റിമീറ്റർ വരും. പക്ഷെ ഈർപ്പമുള്ള കാലാവസ്ഥയാണല്ലോ നമ്മുടേത്. പണ്ടത്തെ വീട് എനിക്കൊന്ന് കുറച്ച് നല്ല ഹൈറ്റ് ഉണ്ടെങ്കിൽ ഈർപ്പം വരില്ല. അപ്പോൾ അതുകൊണ്ട് അവർ പൊന്തിച്ചു. അപ്പം സ്റ്റെപ്പ് 6 വന്നു. നമ്മളിപ്പോൾ ഈ 45 സെൻറ്റിമീറ്റർ കിടക്കുന്നതുകൊണ്ടാണ് ഇത്രയും ഈ പ്രശ്നങ്ങളെന്നാണ് എനിക്കിപ്പം മനസ്സിലായത്. ആകെ 1.5 അടിയേ ഉള്ളൂ. അത് തന്നെ പോർച്ച് വരുമ്പോഴത്തേക്ക് അവർ ഈ 3 സ്റ്റെപ്പിൻ്റെ കണക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പോർച്ച് ഇത്തിരി പൊന്തിക്കണമല്ലോ, വെള്ളം കറയിക്കും. വാസ്തുവിനെ ഇങ്ങനെ നിലനിർത്താൻ വേണ്ടി ഒരു ഒരിഞ്ചെങ്കിലും അവരിങ്ങനെ കാണിക്കും, ആൾക്കാർ പേടിച്ചിട്ട്. എന്തോ പിന്നെ മരണോ അല്ലെങ്കിൽ വേറെന്തൊക്കെയോ വരുമെന്ന് പേടിച്ചിട്ട്. ഈ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായത് കേരളത്തിൽ എത്രയോ കൊല്ലങ്ങളായിട്ട് 600-700 കൊല്ലം മേലെ ഈ പറഞ്ഞ വാസ്തു ഒന്നും ഫോളോ ചെയ്തിട്ടില്ല പഴയ വീടുകളിൽ. അവർ ഈ കാലാവസ്ഥയ്ക്കും നമ്മുടെ ജീവിത രീതികൾക്കും അനുസരിച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിച്ചു എന്നുള്ളതാണ് മനസ്സിലായത്. കാരണം കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് പല ആൾക്കാർ, പല സംസ്കാരങ്ങൾ, തച്ചന്മാരുടെ പിന്തുടർച്ചക്കാർ ഈ പറഞ്ഞതൊന്നും ഫോളോ ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പം എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവർ ഈ പറയുന്ന വാസ്തു ആക്ച്വലി വർക്കൗട്ട് ചെയ്യുന്നത് തമിഴ്നാട്, ആന്ധ്രയിലൊക്കെ ഉള്ള സംഭവമാണ്. കേരളത്തിൽ കുറച്ചുകൂടെ ഇത് ചേഞ്ച് ആവാൻ കാരണം ക്രോസ് വെന്റിലേഷനൊക്കെ വേണം, ഒരുപാട് ഈർപ്പവും മഴയൊക്കെ ഉള്ള സമയം. അപ്പോൾ നമ്മൾ ഈ റൂം ഇങ്ങനെ മൊത്തം ഇങ്ങനെ ചുറ്റും കെട്ടി അടച്ച ഒരു പ്ലാൻ ഇവിടെ ശരിയാവില്ല. കാരണം ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ്, നല്ല എയർ സർക്കുലേഷൻ. അതുകൊണ്ടാണ് ഈ ശാലകളായിട്ട് പ്ലാൻ ചെയ്തത്. ഒരു എൽ ഷേപ്പ് അല്ലെങ്കിൽ സി ഷേപ്പ്, ഇ ഷേപ്പ് മറ്റ് വരുമ്പോൾ 4 കെട്ടായിട്ട് തോന്നും നമുക്ക്. ചില ആൾക്കാർ പ്രിഫർ ചെയ്ത് ഓപ്പൺ പ്ലാനായിരുന്നു. 4 കെട്ടിനായിട്ട് കൂടുതൽ ഓപ്പൺ ആയിട്ടുള്ള പ്ലാനിലാണ് കൂടുതൽ എയർ സർക്കുലേഷനും കിട്ടുന്നത്. പിന്നെ ഒരു മെയിൻ ഡീവിയേഷൻ നമുക്ക് പറയാൻ പറ്റുന്നത് സൗത്ത് ഈസ്റ്റാണ് വാസ്തുവിൽ പറയുന്നത്. അടുക്കളയുടെ പൊസിഷൻ അഗ്നികോൺ. കേരളത്തിൽ പക്ഷേ അത് വടക്ക് കിഴക്കാണ്, നോർത്ത് ഈസ്റ്റ്. ഈശാനകോണാണ്, പൂജാമുറി വരുന്നത്. അപ്പോൾ വാസ്തുവിൻ്റെ നിങ്ങൾ സെർച്ച് നോക്കിയാൽ ഫസ്റ്റ് ഇമേജിൽ തന്നെ അത് കാണിക്കും. നോർത്ത് ഈസ്റ്റിൽ അവോയ്ഡ് കിച്ചൺ എന്ന് പറയുന്നത്, അവോയ്ഡ് ടോയ്ലറ്റ് ആൻഡ് കിച്ചൺ എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റിൽ. പിന്നെ അങ്ങനെ ഈ കേരളത്തിലെ പഴയ തറവാടുകളിൽ വടക്ക് കിഴക്ക്, നോർത്ത് ഈസ്റ്റിൽ കിച്ചനും ഒക്കെ വെച്ചത്. നമ്മളെ കേരളം ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുക, തെക്ക് പടിഞ്ഞാറായിട്ട് കിടക്കുക, അല്ലാതെ പടിഞ്ഞാറ് എക്സാക്ട്ലി ഇങ്ങനെയല്ല, ഇങ്ങനെ കിടക്കണം. സൗത്ത് ആൻഡ് വെസ്റ്റ്. അപ്പം ഇങ്ങനെ കാറ്റ് വരുന്നത് സൗത്ത് വെസ്റ്റിൽ നിന്നാണ്. അതുകൊണ്ടായിരിക്കും ഈ അടുക്കള വടക്കിഴക്ക് വെച്ചത്. ചില പറഞ്ഞത് തല കിഴക്കോട്ട് വെക്കാൻ പറയും, ഈസ്റ്റിലേക്കാണ് തല വെക്കേണ്ടത് വാസ്തു പറഞ്ഞു. ഈ കേരളത്തിലെ പഴയ വീടുകളിലെല്ലാം പടിഞ്ഞാറ് ഭാഗത്താണ് ബെഡ്റൂംസ് ഉണ്ടായിരുന്നത്. പടിഞ്ഞാറ്റിനി എന്ന് പറഞ്ഞിട്ട് പടിഞ്ഞാറ് ഭാഗത്ത് ചെറിയൊരു ജനലുണ്ടാവും. നമ്മൾ പണ്ടത്തെ വീടുകളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അറിയാം, ഫാൻ പോലും ആവശ്യമില്ല. കാരണം അതിനകത്തോടെ നമുക്ക് എല്ലാ എയർ സർക്കുലേഷൻ വരും. ഒരു ലോജിക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാവിലെ എണ്ണിക്കുമ്പോൾ നമ്മൾ തല വിലക്കോട്ട് വെച്ചിട്ടുള്ള കാര്യം. പടിഞ്ഞാറാണെങ്കിൽ നമുക്ക് സൂര്യനെ അഭിമുഖമായിട്ട് എണ്ണിക്കാമല്ലോ, അല്ലേ? സൂര്യനെ ഫേസ് ചെയ്യാമല്ലോ പടിഞ്ഞാറോട്ടാണെങ്കിൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമ്മൾ അതിൻ്റെ ഡിസ്കസ് ചെയ്യും. നമ്മൾ പറഞ്ഞവരെ മനസ്സിലാക്കാൻ നോക്കും. രക്ഷയില്ലെങ്കിൽ പിന്നെ അവർ പറഞ്ഞ രീതിയിൽ ചെയ്യാറുണ്ട്. പക്ഷെ ഇതൊക്കെയാണ് ഇതിൻ്റെ വാസ്തവങ്ങളെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിനകത്ത് ഈ വാസ്തു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇത്രയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ബിൽഡിങ്ങിൻ്റെ ഒരു ശാശ്വതമായ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്.
അപ്പോൾ വാസ്തുവിൻ്റെ ചില ബുക്കുകൾ പണ്ട് ഞാൻ വായിച്ചത് മനസ്സിലായത്, പിന്നെ വാസ്തു ഫോളോ ചെയ്യേണ്ടത് 100% ഫോളോ ചെയ്യേണ്ട അമ്പലങ്ങൾക്കാണെന്നാണ്. വീടുകൾക്ക് 50% നോക്കിയാൽ ഏതോ ബുക്കിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കാരണം പറയുന്നത് പറഞ്ഞാൽ വീടുകൾ ഒരു 1-2 തലമുറ അല്ലെങ്കിൽ 3 തലമുറ അതിൻ്റെ അപ്പുറം പോവില്ല എന്നാണ്. പിന്നെ അത് പൊളിച്ചു കളയാനുള്ളതാണ്. അതേ രീതി വെച്ച് നോക്കുമ്പോൾ ഒരു തലമുറയ്ക്ക് കൊണ്ട് തന്നെ പൊളിച്ചു കളയേണ്ടതാണ്. കാരണം അടുത്ത വരുന്ന തലമുറയ്ക്ക് വേറെ രീതിയിലായിരിക്കും അത്. പക്ഷെ അമ്പലം അങ്ങനെയല്ല. അമ്പലം തലമുറകൾ നിലനിൽക്കണം. അപ്പോൾ അതിൻ്റെ കണക്കുകൾ കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ മരണച്ചുറ്റെന്ന് പറഞ്ഞാൽ അത് ചെയ്തു കഴിഞ്ഞാൽ ആൾ ഉടൻ തന്നെ മരിച്ചു പോകുന്നതാണ് ആൾക്കാർ വിചാരിക്കുന്നത്. അങ്ങനൊന്നുമല്ല, അതൊരു മോശം പ്രൊപ്പോർഷൻ എന്നുള്ളതുള്ളൂ അതിൻ്റെ അർത്ഥം. അപ്പോൾ അമ്പലം നമ്മൾ നല്ല ഏത് ബിൽഡിങ്ങും നല്ല കണക്ക് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളിപ്പം പെർഫെക്റ്റ് ജോമെട്രിക്കൽ തിയറി അനുസരിച്ച് ചെയ്താൽ അത് കുറേ നാൾ നിൽക്കും. പിന്നെ സെറ്റിൽമെൻ്റ് ഒന്നും ഇല്ലാതെ, അതുപോലെ സ്ട്രക്ചറലി അൺസ്റ്റേബിൾ ആവാതെ ഭൂമിയിലേക്കൊക്കെ വന്നാലും നിലനിൽക്കുന്ന രീതിയിൽ ആ കണക്കുകൾ റെഡിയായി കഴിഞ്ഞാൽ അങ്ങനെ കുറേ നാൾ നിൽക്കും.